ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിതയാണേ. ഞാനിന്നൊരു ഏത്തപ്പഴം സ്റ്റൂ ഉണ്ടാക്കണം കേട്ടോ. ബനാന സ്റ്റൂ കേട്ടോ. നൂൽപുട്ടിനും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അടുപ്പ് കത്തിച്ച് നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമ്മൾ ലേശം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഞാനൊരു 2 ഏത്തപ്പഴം കേട്ടോ, വലിയ 2 ഏത്തപ്പഴമാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നന്നായിട്ട് അത് അതിൽ കിടന്നൊന്ന് 2 പുറമൊന്ന് ചുമന്ന് ഒക്കെ വരട്ടെ കേട്ടോ. അപ്പം ഇതിൽ ചെറിയ നിറം മാറി വന്നിട്ടുണ്ട്, എല്ലാം ഒന്നിങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ഈത്തപ്പഴം കേട്ടോ, ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ല അലുത്തതാണ്, അത് ഇങ്ങനെ അരിഞ്ഞിട്ടിരിക്കുക. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 4 എണ്ണം ഇല്ലെങ്കിലും പ്രശ്നമില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു രുചിയാണ്. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് ഇത്തിരി പഞ്ചസാരയാണ് കേട്ടോ. ഒരു 3 സ്പൂൺ 4 സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇവിടുത്തെ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ്. നമ്മൾ നൂൽപുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ് കേട്ടോ. പുട്ടിനും എല്ലാത്തിനും കഴിക്കണം എന്താണെന്നൊക്കെ നമ്മുടെ ഒരു താല്പര്യമല്ലേ. ഇതൊന്ന് ശരിക്കൊന്ന് മെൽറ്റായിട്ട് അതിൻ്റെ ഒപ്പം ചേരട്ടെ ഈ പഞ്ചസാരയൊക്കെ കേട്ടോ. എന്നിട്ട് കാണിക്കാം. ഇതെല്ലാം മെൽറ്റായിട്ടുണ്ട്, ഏകദേശം എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. തീയൊന്ന് കുറയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2ാം പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് തിളച്ച് ഇതിലേക്കിത് പഴം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തതുകൊണ്ട്, ഫ്രൈ ചെയ്യലൊന്ന് വഴറ്റിയൊക്കെ എടുത്തതുകൊണ്ട് നെയ്യിലാണ്. അപ്പോൾ അതൊന്ന് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർന്ന് ഒന്ന് തിളച്ച് രുചിയാവാനുണ്ട് കേട്ടോ. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അത് ഏകദേശം വെന്തിട്ടുണ്ട്. അത് കുറച്ച് ഇങ്ങനെ നല്ല ലൂസായിട്ട് അത് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു കുറുകിയ പരുവത്തിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലോണം അല്ല. ഈ സ്പൂണിന് 1 സ്പൂൺ കൂവപ്പൊടിയാണ് ഞാനിത് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയൊരു സ്പൂണിന് മതി, നല്ലോണം വേണ്ട, അപ്പം പറ്റിപ്പോവും. ചെറിയൊരു കുറുകൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. മധുരമുള്ള സാധനത്തിനൊക്കെ ഒരു ഉപ്പ് ചെറുതായിട്ട് ചേരുമ്പോഴേ ചെറിയൊരു നുള്ള് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1ാം പാൽ ഒഴിച്ചിട്ട് ഇറക്കി വയ്ക്കുക. നമ്മൾ 1ാം പാൽ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി നെയ്യിൽ അണ്ടിപ്പരിപ്പും കുറച്ച് എള്ളും കൂടെ വറുത്തിടുക ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കണു. അതിലേക്ക് നമ്മൾ ചൂടായ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടു കേട്ടോ. ഞാനതിങ്ങനെ ഇടുന്ന ഒരു 4 മണി ജീരകം ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ നിങ്ങളെ വിട്ടുപോയത് ഇങ്ങനെ ചെയ്യുന്ന ഇടയ്ക്ക് കേട്ടോ. ഒരു 4 മണി ഏലക്ക കേട്ടോ. അണ്ടിപ്പരിപ്പ് അങ്ങ് മൂത്ത് പോയി. ഏലക്ക ഇടാൻ പോയപ്പോഴേക്കും അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കണം. ഞാനത് ചേർക്കാൻ നിൽക്കുമ്പോൾ ഇത് കൂടുതൽ കരിഞ്ഞെങ്കിലോ എന്ന് ഓർത്തിട്ട് ലേശം എള്ള് കേട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ചൂടായി കിടക്കുന്നതുകൊണ്ടേ ഈ ചൂട് മതി, അടുപ്പ് കത്തിച്ചോണമെന്നില്ല അത് പൊട്ടാൻ. നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എള്ള് പൊട്ടിയിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കണ്ടോ, അതിലങ്ങനെ മിക്സ് ആയിരിക്കട്ടെ. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ എല്ലാം വിളമ്പണം കാണിക്കാം. ഞാൻ ചായ വെക്കട്ടെ കേട്ടോ. അപ്പം ചിക്കുവിന് പോകാൻ നേരം വൈകിട്ടേ ചിക്കു വേഗം കഴിക്കുകയാണ്. അണ്ടിപ്പരിപ്പും ഇപ്പം ചായ ഇപ്പം തരാം. ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കണം എന്ന് വിചാരിച്ചത്.
ആണോ? അടിപൊളിന്ന് പറയുന്ന വീഡിയോയിൽ നല്ല രസമുണ്ട് നിന്നോടല്ല, നല്ല സൂപ്പറാണ്. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഏത്തപ്പഴം സ്റ്റൂ കണ്ടല്ലോ അല്ലേ, ബനാന സ്റ്റൂ. അപ്പോൾ അത് പിന്നെ നല്ല രുചിയുണ്ടെന്ന് ഇപ്പോൾ ചിക്കു കഴിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരും പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.